വോട്ട് കൊള്ളയ്ക്കെതിരെ ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് വൻ ജനപങ്കാളിത്തം. വോട്ട് കൊള്ളയ്ക്കെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് യാത്ര നൽകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരായ നിലപാട് കടുപ്പിക്കുകയാണ് ഇന്ത്യ മുന്നണി. നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാനാണ് വോട്ടർ അധികാർ യാത്രയെന്ന് BJP വിമർശിച്ചു. നോബിൾ മാരിക്കാരൻ നൽകും വിശദാംശം. റോഷ്നി, വോട്ട് കൊള്ളയ്ക്കെതിരെ വലിയ പ്രക്ഷോഭമാണ് ഇന്ത്യ സഖ്യം നടത്തുന്നത്. വോട്ട് അധികാർ യാത്ര എന്ന യാത്ര ബീഹാറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ബീഹാറിലെ റഫീമാറിലാണ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ ജനപങ്കാളിത്തമാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉള്ളത്. ആയിരക്കണക്കിന് പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കൊണ്ട് ഈ റോഡ് രണ്ടു വശങ്ങളിലും കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രായമായ ആളുകളുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പ്രായമായ ആളുകളൊക്കെ ഇപ്പോഴും ആവേശം ചോർന്നു പോകാതെ ഈ യാത്രയ്ക്ക് ഒപ്പം നിൽക്കുന്നു. വോട്ട് കള്ളത്തരം, അതായത് വോട്ട് കൊള്ള എന്നത് വലിയ തരത്തിൽ തുറന്നു കാട്ടാനാണ് ജനങ്ങൾക്ക് മുന്നിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ വിജയിക്കുകയാണ് ബീഹാറിലെ ഈ വോട്ടർ അധികാർ യാത്രയുടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമുക്ക് തീർച്ചയായും കാണാൻ കഴിയും. സാധാരണക്കാരായ ആളുകളാണ് ഇവിടെയൊക്കെ എത്തിയിരിക്കുന്നത്. വനിതകളുണ്ട്, കുട്ടികളുണ്ട്, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള പ്രായമായ ആളുകളുണ്ട്. ഇവരൊക്കെ എത്തിക്കൊണ്ടാണ് ഈ വോട്ട് കൊള്ളയ്ക്കെതിരെ വലിയ പ്രക്ഷോഭം എന്താണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വോട്ട് കൊള്ളയാണ് എന്താണെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. पूरे देश में खास करके बिहार में चुनाव आयोग और भाजपा के मिलीभगत से लोगों को वोट चोरी करने का ये जो साजिश किया जा रहा है, इस साजिश को नाकाम करने के लिए माननीय राहुल गांधी जी और माननीय तेजस्वी प्रसाद यादव जी ने खड़े हैं, डटे हुए हैं कि बिहार से एक भी मतदाता का वोट चोरी करने नहीं देंगे. इसके लिए चाहे जे हो जाए. वोट चोरी होने का अंदेशा है. ആൾക്കൂരെ നമുക്ക് കാണാൻ കഴിയുന്നത്, ആളുകളെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നമുക്ക് ഒരുപാട് ആളുകൾ അത്തരത്തിൽ പ്രവർത്തകരൊക്കെ ഒത്തുകൂടിയിരിക്കുന്നു. ഇത് ഈ റോഡിന്റെ ഒരു വശത്തെ കാഴ്ച മാത്രമാണ്. നമുക്ക് ഈ വശത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വഴിയിലുടനീളം ആളുകളെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ കിലോമീറ്ററുകൾ ഇങ്ങനെ നീണ്ടിടക്കുകയാണ് ഈ യാത്ര, ഈ റാലി എന്ന് പറയുന്നത്. അത്രയധികം ആളുകളാണ് ഈ യാത്രയിൽ കാണുന്നതിനും രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെ കാണുന്നതിനും വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ആണെങ്കിലും ഈ യാത്ര ഒരു വലിയ വിജയമായി മാറിയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വരും ദിവസങ്ങളിൽ ഇത് വലിയ പ്രക്ഷോഭമായി മാറും എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. കാരണം ആ ലഭിക്കുന്ന ജനപങ്കാളിത്തം അങ്ങനെ തന്നെ തെളിയിച്ചു തരികയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ജനപങ്കാളിത്തം ഉണ്ടാകുമ്പോഴും മറ്റു ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്ത് നിന്ന് ഈ യാത്രയ്ക്ക് എതിരായ ആരോപണങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇത് ഈ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് എന്താണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ യാത്ര കേസായ यात्रा हम लोग का वोट चोर कराना है. वोट चोरी हो रहा है, गलत हो रहा है. വലിയ ആവേശം ആളുകളുണ്ട്. നിരവധി പ്രവർത്തകരുടെ പലയിടത്തായി ഒത്തുചേർന്നിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച പോലെ റോഡിന്റെ ഇരുവശങ്ങളിലായി കിലോമീറ്ററുകൾ ദൂരം അങ്ങനെ ആളുകളുടെ ഒരു നീണ്ട നിരയാണ്. BJP ആണെങ്കിൽ ഇത് നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള റാലി നടത്തുന്നതെന്ന ആരോപണം ഉന്നയിക്കുന്നു. വരും ദിവസങ്ങളിലും ഇന്ത്യ സഖ്യം ഇതുപോലുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. വോട്ടുകൊള്ള എന്നത് ബീഹാറിൽ മാത്രമല്ല രാജ്യത്ത് മുഴുവൻ വലിയ പ്രചാരണമാക്കും. അതിനുവേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ കേന്ദ്രങ്ങളിലും നടത്താൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. റോഷ്നി.